ആലപ്പുഴയിലെ ഗൺമാന്മാരുടെ മർദ്ദനക്കേസിൽ ജാമ്യാപേക്ഷയിൽ വാദം തുടരും. ഈ മാസം 6-ന് ആലപ്പുഴ ജില്ലാ സെഷൻസ് കോടതി കേസ് വീണ്ടും പരിഗണിക്കും. പ്രത്യേക അന്വേഷണ സംഘം ഹാജരാക്കിയ റിപ്പോർട്ടുകളുടെ ആധികാരികതയിൽ ഉൾപ്പെടെ കോടതി സംശയം പ്രകടിപ്പിക്കുന്നുണ്ട്. കേസിലെ നിർണായക തെളിവായ വീഡിയോ ദൃശ്യങ്ങളുടെ ഫോറൻസിക് സയൻസ് ലബോറട്ടറി സർട്ടിഫിക്കറ്റ് ലഭിച്ച ശേഷം കാണാമെന്ന് കോടതി വ്യക്തമാക്കി. ആലപ്പുഴയിലെ വിവാദമായ രക്ഷാപ്രവർത്തനവുമായി ബന്ധപ്പെട്ട മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഗൺമാന്മാരുടെ ജാമ്യാപേക്ഷ ഇന്ന് ആലപ്പുഴ ജില്ലാ സെഷൻസ് കോടതി പരിഗണിച്ചു. ഈ കേസ് അന്വേഷിക്കുന്ന പ്രത്യേക സംഘം ഇവരുടെ ജാമ്യ ഹർജി എതിർത്തുകൊണ്ട് റിപ്പോർട്ട് സമർപ്പിച്ചു. ആ റിപ്പോർട്ടുമേൽ രൂക്ഷമായ ചോദ്യങ്ങൾ തന്നെയാണ് പ്രോസിക്യൂഷന് മുമ്പാകെ കോടതി ചോദിച്ചത്. ആ ചോദ്യങ്ങൾക്കൊക്കെ പലതിനും പ്രോസിക്യൂഷന് ഉത്തരം കണ്ടെത്താനായില്ല. അതിൽ പ്രധാനമായിട്ടും പല പൊരുത്തക്കേടുകളും കോടതി കണ്ടെത്തുന്ന കാഴ്ച കണ്ടു. മെഡിക്കൽ റിപ്പോർട്ട് ഇല്ലാതെ എങ്ങനെ ഇത് 308 ചേർക്കാനാകും? വൂണ്ട് സർട്ടിഫിക്കറ്റ് ഇല്ലാതെ തന്നെ ഈ ആയുധം പരിശോധിച്ച് എങ്ങനെ 308 വകുപ്പ് ഉൾപ്പെടുത്താനാകും? അതോടൊപ്പം തന്നെ ഈ ആയുധം പരിശോധിച്ച റിപ്പോർട്ടും 308 വകുപ്പ് ചേർത്ത സമയവും തമ്മിൽ വൈരുദ്ധ്യമുണ്ടോ എന്നും ആ കോടതി ചൂണ്ടിക്കാട്ടി. അതിലുപരിയായിട്ട് ഈ ദൃശ്യങ്ങൾ കാണണമെന്ന പരാതിക്കാരുടെ അഭിഭാഷകൻ വാദിച്ചു. എന്നാൽ ദൃശ്യങ്ങൾ കാണാമെന്ന് പറഞ്ഞ കോടതി ഈ ദൃശ്യങ്ങളുടെ ആധികാരികത ഉറപ്പാക്കുന്ന സർട്ടിഫിക്കറ്റ് ചോദിക്കുകയായിരുന്നു. ഫോറൻസിക് ലാബ് സർട്ടിഫിക്കറ്റ് ഈ ദൃശ്യങ്ങളുടെ പ്രത്യേക അന്വേഷണ സംഘം കോടതി മുമ്പാകെ സമർപ്പിച്ചിരുന്നില്ല. അതിനാൽ തന്നെ ഈ ദൃശ്യങ്ങൾക്ക് ആധികാരികതയില്ലാതെ കോടതി എങ്ങനെ ദൃശ്യങ്ങൾ കാണും എന്ന ചോദ്യമായിരുന്നു ചോദിച്ചത്. അതിനും കൃത്യമായ രീതിയിൽ ഉത്തരമില്ലായിരുന്നു. പ്രോസിക്യൂഷന്റെ വീഴ്ചയാണ് ഉണ്ടായത് എന്നും കോടതി സൂചിപ്പിച്ചു. ആ വീഴ്ച പ്രോസിക്യൂഷൻ മുതലെടുക്കരുത് എന്ന ഒരു താക്കീത് കൂടി SITക്ക് മുമ്പാകെ നൽകുന്നുണ്ട്. പ്രതികളെ ഇതിൻ്റെ പേരിൽ അറസ്റ്റ് ചെയ്യരുത് എന്ന് കൂടി പറഞ്ഞു. ഈ കാര്യങ്ങൾ ഉൾപ്പെടെ ഈ വരുന്ന 6-ാം തീയതി ഇതെല്ലാം സമർപ്പിക്കാൻ എന്ന രീതിയിൽ കോടതി ഈ കേസ് 6-ാം തീയതിയിലേക്ക് മാറ്റുകയായിരുന്നു. എന്തായാലും ശക്തമായ രീതിയിൽ കോടതി ഉന്നയിച്ച ചോദ്യങ്ങൾക്ക് കൃത്യമായ രീതിയിലുള്ളൊരു മറുപടി അത് SITക്ക് നൽകാനായില്ല എങ്കിൽ ഈ കേസിൽ ഇവർക്ക് ഒരുപക്ഷെ ജാമ്യം ലഭിക്കുകയും ഒരുപക്ഷെ ഈ കേസ് തന്നെ തള്ളിപ്പോകുന്നതിലേക്ക് പോകാവുന്ന ഒരു സാഹചര്യവും ഉണ്ടാകും. എങ്ങനെ അത് തിരുത്തപ്പെട്ടു, ആരാണ് അതിൻ്റെ ഇൻഫ്ലുവൻസ് നടത്തിയത്, ആരുടെ നിർദ്ദേശപ്രകാരമാണ് അത് ചെയ്തത്, തീർത്തും അന്വേഷിക്കേണ്ട കാര്യമാണ്. ആ മുന്നിൽ ചെന്ന് കൊള്ളേണ്ടത് MR രാജ്കുമാറിലേക്കല്ലേ? MR രാജ്കുമാറിലേക്ക് മാത്രമാണോ എന്നുള്ളതും നമ്മൾ അന്വേഷിക്കണ്ടേ? അവിടം വരെ എത്തുമോ, അതിന് മേളിലോട്ട് പോകുമോ എന്നുള്ളത് നമുക്ക് അന്വേഷിക്കണം. എന്തായിരിക്കും ഇനി SIT തുടർ നീക്കം എന്നതാണ് ഇനി കണ്ടറിയേണ്ടത്. ബോണിയം വർഗീസിനൊപ്പം ശ്യാമപ്രസാദ് ഉത്തമൻ, മാതൃഭൂമി ന്യൂസ്, ആലപ്പുഴ.